എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 1 തീയതി യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻട്രീം ബഡ്ജറ്റ് നടത്തിയിരുന്നു. റിയൽ ബഡ്ജറ്റ് ജൂലൈ മാസത്തെ വരുള്ളൂ. ഇതിപ്പോൾ ഒരു ഇലക്ഷൻ ഏപ്രിൽ മെയ്യിലേക്ക് ആയിട്ട് ലോക്സഭ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഇൻട്രീം ബഡ്ജറ്റ് മാത്രമാണ് ഈ ഫെബ്രുവരിയിൽ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രസക്തി, അതായത് ഇത് എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, ഈ അടുത്ത് വരുന്ന എല്ലാ എക്സാമുകൾക്കും, അതിപ്പോൾ PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എല്ലാ എക്സാമുകൾക്കും ഈ എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും ഈ ബഡ്ജറ്റിൽ നിന്നും ചോദിക്കാറുണ്ട് ഈ എക്സാമിൽ. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ ചോദിക്കുന്ന ഓരോ പോയിന്റും നമ്മൾ വിശദീകരിച്ചത് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം. What was the projected real GDP of India for 2023-24 as per interim budget 2024-25? അതായത് റിയൽ GDP ഇന്ത്യൻ്റെ എത്രയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻട്രീം ബഡ്ജറ്റ്. ഈ ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2024-25 കാലത്തേക്കുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ 2023-24 കാലഘട്ടത്തിലേക്കുള്ള റിയൽ GDP എത്രയാണ് പ്രൊജക്റ്റ് ചെയ്തതെന്നാണ്. അതിൻ്റെ ഉത്തരം 7.3% നോക്കുക. അടുത്ത ചോദ്യം, ഹൂ പ്രസൻറ്റഡ് ദ ഇൻട്രീം ബഡ്ജറ്റ് 2024-25? അതായത് ഈ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി നരേന്ദ്രമോദി, ഓപ്ഷൻ സി രാജ്നാഥ് സിംഗ്, ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. അടുത്താണ്, വിച്ച് മിനിസ്റ്റർ ഹാസ് പ്രസൻറ്റഡ് ദ ഇൻട്രീം ബഡ്ജറ്റ് 2024-2025? ഏത് മിനിസ്റ്ററാണ് ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്നാണ്. അതായത് ഏത് വകുപ്പിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള മിനിസ്റ്ററാണ് അവതരിപ്പിച്ചതെന്നാണ്. ഓപ്ഷൻ എ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, ഓപ്ഷൻ ബി മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, ഓപ്ഷൻ സി മിനിസ്റ്റർ ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ്, ഓപ്ഷൻ ഡി മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അതായത് ഈ കോർപ്പറേറ്റ് അഫയേഴ്സും ഫിനാൻസ് മിനിസ്റ്ററും രണ്ട് വകുപ്പായിട്ടാണ് വരുന്നത്. എന്നാലും ഇത് രണ്ടിൻ്റെയും മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് നിർമ്മല സീതാരാമൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ബൈ വാട്ട് പെർസെൻറ്റേജ് വാസ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ ഫോർ നെക്സ്റ്റ് ഇയർ ബീൻ ഇൻക്രീസ്ഡ്? അതായത് അടുത്ത കൊല്ലത്തേക്കുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് ഉയർത്തിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10.11%, ഓപ്ഷൻ ബി 11.1%, ഓപ്ഷൻ സി 12.1%, ഓപ്ഷൻ ഡി 1.11%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 11.1%. അടുത്ത ചോദ്യം, ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ ഫോർ നെക്സ്റ്റ് ഇയർ വാസ് ഇൻക്രീസ് ടു ഡാഷ് റുപ്പീസ് ക്രോർ. അതായത് അടുത്ത കൊല്ലത്തേക്കുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ കൂട്ടിയത് എത്ര എമൗണ്ട് ആയിട്ടാണ് കൂട്ടിയതെന്നാണ് ചോദിക്കുന്നത്. പെർസെൻറ്റേജ് അല്ല, എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 11,111 rupees, ഓപ്ഷൻ ബി 11,111, ഓപ്ഷൻ സി 1,11,11,111, ഓപ്ഷൻ ഡി 1,111 rupees. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 11,11,111 rupees. അതായത് 11 ലക്ഷം
1,11,111 രൂപയായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ അടുത്ത സ്ലൈഡിൽ മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു എത്രയായിട്ടാണ് കൂട്ടിയത്. 11.1%. ആ 11.1% കൂട്ടിയ എമൗണ്ടാണ് ഈ പറഞ്ഞ 11 ലക്ഷത്തി രൂപ. ഓക്കെ, അപ്പോൾ 11% കൂട്ടി അത് 11 ലക്ഷത്തി രൂപയായിട്ടാണ് കൂട്ടിയത്. അടുത്ത ചോദ്യം, ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ ഫോർ ദ നെക്സ്റ്റ് ഇയർ വിച്ച് വാസ് ഇൻക്രീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് പെർസെൻറ്റേജ് ഓഫ് GDP. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ നമ്മൾ കൂട്ടി എന്ന് പറഞ്ഞല്ലോ 11.1%, അതായത് 11 lakh rupees കൂട്ടിയെന്ന് പറഞ്ഞു. അത് ഈ GDPൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് എമൗണ്ട് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2.4%, ഓപ്ഷൻ ബി 3.1%, ഓപ്ഷൻ സി 3.3%, ഓപ്ഷൻ ഡി 3.4%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 3.4%. അതായത് 11,11,111 രൂപയാണ് കൂട്ടിയെന്ന് പറഞ്ഞു. അത് 11.1% ആണ് കൂട്ടിയെന്ന് പറഞ്ഞു. അതായത് ഇത് മൊത്തം കൂട്ടിയ എമൗണ്ടാണ്, പെർസെൻറ്റേജ് ആണ് 11.1%. ഈ കൂട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് GDPയുടെ 3.4% ആണ് ഈ കൂട്ടിയ എമൗണ്ട്. അടുത്ത ചോദ്യമല്ല, ദ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ബൈ ഇൻ്റർനാഷണൽ ഏജൻസി. അതായത് 2023-24 കാലത്തേക്ക് പല ഏജൻസികളും ഈ നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസീസ്, അതായത് ഇന്ത്യ അല്ലാണ്ട് ചില ഇൻ്റർനാഷണൽ ഏജൻസീസ് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് OECD എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയാണ്. അത് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 6.1% ആയിട്ടാണ് പ്രൊഡിക്റ്റ് ചെയ്തത്. IMF 6.3%, വേൾഡ് ബാങ്ക് 6.4%, ADB 6.7%. ഇതൊന്ന് നോക്കി വെക്കണം, കാരണം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ OECD 6.1%, അതുപോലെ തന്നെ IMF 6.3%, പിന്നെ വേൾഡ് ബാങ്ക് 6.4%, പിന്നെ ADB 6.7%. ഇത് ഓർത്തിരിക്കുക. അതായത് വേറൊന്നുമല്ല, ഇത് OECD, ഇത് IMFൻ്റെ, ഇത് വേൾഡ് ബാങ്കിൻ്റെ, ഇത് ADBൻ്റെ. അപ്പോൾ OIWA 6.1%, 6.3%, 6.4%, 6.7%. മാത്രമല്ല ഈ RBI തന്നെ ഇന്ത്യൻ്റെ പ്രഡിക്റ്റ് ചെയ്ത് എത്രയാണെന്ന് വെച്ചാൽ 7% ആയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി. അടുത്താണ് ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ റിവൈസ്ഡ് പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു RBI ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം അതിൻ്റെ അതേ ചോദ്യമാണ്. എങ്ങനെ നേരത്തെ പറഞ്ഞതിൻ്റെ ആസ്പദമായിട്ടുള്ള ചോദ്യം വരാമെന്നുള്ളതാണ്. ഓപ്ഷൻ എ 6.5%, ഓപ്ഷൻ ബി 7.5%, ഓപ്ഷൻ സി 7%, ഓപ്ഷൻ ഡി 8%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 7%. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. OECDൻ്റെ എത്രയാണ്? OECD 6.1%, പിന്നെ IMF 6.3%, അടുത്ത വേൾഡ് ബാങ്കിൻ്റെ എത്ര 6.4%, പിന്നെ ഏതാണ് പറഞ്ഞാൽ നമ്മൾ ADB അല്ലേ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് 6.7%, പിന്നെ RBIൻ്റെ 7%. അടുത്താണ് വാട്ട് ഈസ് ദ റിവൈസ്ഡ് പ്രൊജക്റ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു IMF. നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഇതിൻ്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-2024. ഓപ്ഷൻ എ 6.5%, ഓപ്ഷൻ ബി 6.1%, ഓപ്ഷൻ സി 7%, ഓപ്ഷൻ ഡി 6.3%. കറക്റ്റ് ആൻസർ 6.3%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ അതുപോലെ തന്നെ 6.1% ഏതിൻ്റെയാണ് ചോദിച്ചാൽ OECDൻ്റെ ആണെന്ന് പറഞ്ഞു. 7% RBI ആണ് പ്രെഡിക്റ്റ് ചെയ്തത്. 6.3 IMFൻ്റെ. 6.5 ഏതിൻ്റെയാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, 6.4 അല്ലേ ഉള്ളൂ. അടുത്താണ് വെൻ വിൽ ഇന്ത്യ ബിക്കെയിം ദ തേർഡ് ലാർജസ്റ്റ് എക്കോണമി. ഇന്ത്യ മൂന്നാമത്തെ ലാർജസ്റ്റ് എക്കോണമി സമ്പദ് വ്യവസ്ഥയാവുന്ന ഏത് കൊല്ലമാണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ 2025, ഓപ്ഷൻ ബി 2027, ഓപ്ഷൻ സി 2030, ഓപ്ഷൻ ഡി 2026. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2027.
2027 ആകുമ്പോഴത്തേക്കാണ് ഇന്ത്യ മൂന്നാമത്തെ വലിയ എക്കണോമി ആയിട്ട് മാറാൻ പോകുന്നത്. അടുത്താണ് ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു ഗ്ലോബൽ ഗ്രോത്ത് വിൽ റൈസ് ബൈ ബേസിസ് പോയിന്റ് ഇൻ ഡാഷ് ഇയേഴ്സ്. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഗ്ലോബൽ ഗ്രോത്തിൽ എത്ര പോയിന്റ് ആയിട്ടാണ് ഉയരുന്നതാണ്, എത്ര കൊല്ലം കൊണ്ട് എത്ര പോയിന്റ്, അതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 200 points in 5 years, ഓപ്ഷൻ ബി 300 points in 2 years, ഓപ്ഷൻ സി 400 points in 3 years, ഓപ്ഷൻ ഡി 500 points in 5 years. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 200 points in 5 years. 200 പോയിന്റ് കൂടും 5 കൊല്ലം കൊണ്ട്. അടുത്താണ് വാട്ട് വാസ് GST ടാക്സ് കളക്ഷൻ ഓഫ് ഡിസംബർ 2023. ഡിസംബർ 2023 GST ടാക്സ് കളക്ഷൻ എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1,63,858 lakh crore, ഓപ്ഷൻ ബി 1,62,522 lakh crore, ഓപ്ഷൻ സി 1,64,882 lakh crore, ഓപ്ഷൻ ഡി 1,60,250 lakh crore. So correct answer option C 1,64,882 lakh crore. പൊതുവേ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് റൗണ്ടല്ല, ഇത് റൗണ്ട് ആക്കിയിട്ട് പറയുന്നത് 1.65 lakh crore എന്നാണ്. ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ എളുപ്പമാണ്. പക്ഷെങ്കിൽ പൊതുവേ ഇങ്ങനെയുള്ള ഇതിലാണ് ചോദ്യം ചോദിക്കാറുള്ളത്. 1-2 തവണ ഇതേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് കറക്റ്റായിട്ടുള്ള ടാക്സ് കളക്ഷൻ എന്നുള്ളത്. എന്നാൽ ചിലപ്പോൾ റൗണ്ട് ആക്കിയിട്ട് ചോദിക്കാറുള്ളത്, അതായത് നിയറസ്റ്റ് ആയി നോക്കുകയാണെങ്കിൽ 1.65 ആണ്. എന്നാൽ യഥാർത്ഥ GST റവന്യൂ കളക്ഷൻ 1,64,882 ആണ്. അപ്പോൾ ഇത് കൃത്യം നോക്കി വെച്ചില്ലാണ്ടെങ്കിൽ ഇതുപോലെ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്താണ് ബഡ്ജറ്റ് എസ്റ്റിമേഷൻ 2024-25 കാലഘട്ടത്തിലേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേഷൻ്റെ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ടാക്സ് റെസീപ്റ്റ് ആയിട്ട് 2024-25 കണക്കാക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 26.02 ലക്ഷം കോടിയാണ് ടാക്സ് റെസീപ്റ്റ്, ടാക്സ് എന്നുള്ളത്. അതുപോലെ ടോട്ടൽ റെസീപ്റ്റ് ആണ് അതർ ദാൻ ബോറോയിങ്സ് വെച്ചിട്ടുള്ളതിനാണ് 30.80 ലക്ഷം കോടിയും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് 47.66 lakh crore, ഫിസിക്കൽ ഡെഫിസിറ്റ് 5.1% GDP ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇത് ഇൻക്രീസിങ് ഓർഡറാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഒന്ന് 26, പിന്നെ 30, 47, 26, 30, 47. ഒന്ന് ടാക്സ് റെസീപ്റ്റ് 26, പിന്നെ ടോട്ടൽ റെസീപ്റ്റ് 30.8, പിന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 47 പോയിന്റ്. അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ് ഇല്ലെങ്കിലും മറ്റേത് ഒന്ന് ഓർത്തിരിക്കാനും ശ്രമിക്കുക. ഫിസിക്കൽ ഡെഫിസിറ്റ്, അതായത് 24-25 കാലഘട്ടത്തിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്ര ആയിട്ടാണ് കണക്കാക്കുന്നത്? 5.1% ഓഫ് GDP ആണെന്നും കൂടി ഓർക്കുക. അടുത്താണ് വാട്ട് ഈസ് എസ്റ്റിമേറ്റഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫോർ ദ ഇയർ 2024-2025. നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ ബേസിസിൻ്റെ ആണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ 47.66 lakh crore, ഓപ്ഷൻ ബി 48.86 lakh crore, ഓപ്ഷൻ സി 46.66 lakh crore, ഓപ്ഷൻ ഡി 49.56 lakh crore. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 47.66 lakh crore. അടുത്താണ് വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് ടോട്ടൽ റെസീപ്റ്റ് അതർ ദാൻ ബോറോയിങ്സ് ഫോർ ദ ഇയർ 2024-2025. നമ്മളിപ്പോൾ നേരത്തെ നോക്കിയാണ്. ഓപ്ഷൻ എ 47.66, ഓപ്ഷൻ ബി 33.50, ഓപ്ഷൻ സി 26.02, ഓപ്ഷൻ ഡി 30.80. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 30.80 lakh crore. ഇത് നമ്മൾ പറഞ്ഞത് 2024-25 കാലഘട്ടത്തിലേക്കുള്ളതാണ്. ഏത് ഈ 30.80 എന്ന് പറയുന്നത് റിവൈസ്ഡ് ആണ്, എസ്റ്റിമേറ്റഡ് ആണ്. അതും 2024-25 കാലഘട്ടത്തിലേക്ക്. എന്നാൽ 23-24 കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ റിവൈസ് ചെയ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27.56 ലക്ഷം കോടിയാണെന്ന് നോക്കാം. 27.56. അതായത് ടോട്ടൽ റെസീപ്റ്റ് അതർ ദാൻ ബോറോയിങ്, അതായത് ടോട്ടൽ റെസീപ്റ്റ് 23-24 കാലഘട്ടത്തിലേക്ക് എത്രയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 27.56 ആണ്. അതായത് 27ൻ്റെ ഡബിൾ ആണെന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ
27.56 കോടിയാണെന്ന് നോക്കുക, ലക്ഷം കോടി. അടുത്താണ് വാട്ട് ഈസ് എസ്റ്റിമേറ്റഡ് ടാക്സ് റെസീപ്റ്റ് ഫോർ ദ ഇയർ 2024-25. ഓപ്ഷൻ എ 47.66, ഓപ്ഷൻ ബി 33.50, ഓപ്ഷൻ സി 26.02, ഓപ്ഷൻ ഡി 30.80 lakh crore. ഓപ്ഷൻ സി 26.02 lakh crore. അടുത്താണ് വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഫോർ ദ ഇയർ 2024-2025. Option A 3.5% of the GDP, option B 3.3% of the GDP, option C 5% of the GDP, option D 5.1% of the GDP. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 5.1% ഓഫ് ദ GDP. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അടുത്താണ് വാട്ട് ഈസ് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോ ഡ്യൂറിങ് 2014 to 2023. 2014 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നാണയ വരവ് എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ $596 billion, ഓപ്ഷൻ ബി $496 billion, ഓപ്ഷൻ സി $396 billion, ഓപ്ഷൻ ഡി $569 billion. അപ്പോൾ 2014-2023, അതായത് ഈ 10 കൊല്ലത്തിനുള്ളിൽ മൊത്തം ഇന്ത്യയിലേക്കുള്ള വിദേശ വരവ് എത്രയാണെന്ന് ചോദിച്ചു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ $596 billion ആണ്. $596 billion. ബട്ട് ഒന്ന് ആലോചിച്ചു, ഇത്രയാണ് ഇന്ത്യയിലേക്ക് വന്ന വരവെന്നാണ് പറയുന്നത്. അടുത്താണ് ബൈ വിച്ച് ഇയർ ഇന്ത്യ വിൽ ബിക്കം വികസിത് ഭാരത്. ഇന്ത്യ ഏത് കൊല്ലത്തിലാണ് വികസിത് ഭാരതായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഓപ്ഷൻ എ 2050, ഓപ്ഷൻ ബി 2047, ഓപ്ഷൻ സി 2025, ഓപ്ഷൻ ഡി 2030. എല്ലാവർക്കും അറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്, ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓൺ 1947, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു 100 വർഷം, അതായത് 2047 ഇന്ത്യ എന്താവും? വികസിത് ഭാരത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2047. അപ്പോൾ അത് മറക്കരുത്, 2047 ആകുമ്പോഴത്തേക്കും നമ്മൾ വികസിത് ഭാരത്, ഡെവലപ്ഡ് നാഷൻ ഇന്ത്യ ആയി മാറും എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, ഇൻ 10 years the government has assisted dash crore people to get freedom from multi-dimensional poverty. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് ബഡ്ജറ്റിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇൻ 10 years ഗവൺമെൻറ് ഹാസ് അസിസ്റ്റഡ് ഡാഷ് ക്രോർ പീപ്പിൾ ടു ഗെറ്റ് ഫ്രീഡം ഫ്രം മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി. ഈ പോവർട്ടിയിൽ നിന്നും എത്ര കോടി ആൾക്കാർക്ക് ഇതിൽ നിന്നും ഉള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ മുക്തി നേടിയിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് കണക്ക് പ്രകാരം പറയുന്നത്. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 2.5, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 26. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഓപ്ഷൻ എ 25 crore, 25 കോടി ആൾക്കാർക്ക് ഇതിൽ നിന്നും മുക്തമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്താണ് നമ്മൾ കുറച്ച് സ്കീമുകളെ പറ്റിയാണ് നോക്കുന്നത്. ഒന്നാമത്താണ് PM മുദ്ര യോജന. എല്ലാവർക്കും അറിയാം മുദ്ര യോജന, നമ്മൾ കേട്ട് കാണും മുദ്ര യോജന. വേറൊന്നുമല്ല, ഏതാണ്ട് നമുക്ക്, അതായത് ഈ എൻ്റർപ്രണേഴ്സിന്, അതായത് നമുക്ക് സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഈ മുദ്ര യോജന. അതുപ്രകാരം 3 തരത്തിലുള്ള സ്കീം നമുക്ക് കിട്ടും, പല എമൗണ്ടിൻ്റെ ആയിട്ട്. അപ്പോൾ ഇത് എൻ്റർപ്രണേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്കൊക്കെയാണ് കൊടുക്കുന്നത് മുദ്ര യോജന, ഈടില്ലാണ്ടും ഈട് വെച്ചതും. അപ്പോൾ ഇതുവരെ ഏതാണ്ട് 43 കോടി ലോൺസ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുക. ഏതാണ്ട് 22.5 lakh കോടി രൂപയുടെ മൂല്യത്തിൽ പറയുകയാണെങ്കിൽ 22.5 ലക്ഷം കോടി മൂല്യത്തിന് ആയിട്ടുള്ള എമൗണ്ട് മുദ്ര യോജന പ്രകാരം സംരംഭം തുടങ്ങാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 30 കോടി ലോണും ഈ വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ് വിധിച്ചതെന്നും പറയുന്നത്. ഇതിൽ ഈ മുദ്ര യോജനയിലെ ഇപ്പോൾ ചോദ്യം അധികം എത്ര കോടി ലോൺ സാങ്ഷൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 43 കോടി. അതുപോലെ തന്നെ വുമൺ എൻ്റർപ്രണേഴ്സ്, വനിതകൾക്ക് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 30 കോടി ലോൺ. ആകെ മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ 22.5 ലക്ഷം കോടിയാണെന്നും
അടുത്ത സ്കീമാണ് PM ആവാസ് യോജന, അതായത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ഗ്രാമീൺ. ഇത് വേറൊന്നുമല്ല, അതായത് ആവാസ് യോജന, ഈ പൊതുവെ ഈ ആവാസ് പറഞ്ഞ ഹിന്ദി വാക്കാണ്. ഇവർക്ക് താമസ സ്ഥലം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് ഇത് വരെ ഏതാണ്ട് ഒരു 3 കോടി വീട് വെച്ച് കൊടുക്കുന്ന, ഇതൊരു വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി. ഏതാണ്ട് 3 കോടി ആൾക്കാർക്ക് വീട് വെച്ച് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 കോടി ആൾക്കാർക്കോളം വീട് വെച്ച് കൊടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇനി ഗവൺമെൻറ് പറയുന്നതാണ്, ഇനി ഒരു 5 കൊല്ലം കൊണ്ട് ഒരു 2 കോടിയും കൂടി ഇവർ വെച്ച് കൊടുക്കും എന്നാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപനം. അതായത് മൊത്തം 5 കോടി ആൾക്കാർക്ക്, അതിൽ 3 കോടി ഓൾറെഡി അച്ചീവ് ചെയ്ത് കൊണ്ടുവെക്കുകയാണ്. ഇനിയുള്ളൊരു 5 കൊല്ലം കൊണ്ട് എത്ര 2 കോടി ആൾക്കാർക്കും വീട് വെച്ച് കൊടുക്കും. അടുത്ത സ്കീമാണ് സിമിലർലി ഈ റൂഫ് ടോപ്പ് സോളറൈസേഷൻ. 1 crore households will be enabled to obtain up to 300 units free electricity every month. അതായത് അടുത്ത സ്കീമാണ് റൂഫ് ടോപ്പ് സോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്കറിയാം, റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടും പുറത്ത് സോളറൈസേഷൻ, സോളാർ പദ്ധതി പോലെയാണ്. അതായത് 1 കോടി വീട്ടുകാർക്ക് 300 യൂണിറ്റ് വൈദ്യുതി വരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മതി എല്ലാ മാസവും. ഇതാണ് റൂഫ് ടോപ്പ് സോളറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 കോടി വീട്ടുകാർക്ക് 300 യൂണിറ്റ് വൈദ്യുതി വരെ ഫ്രീ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ 15,000 മുതൽ 18,000 രൂപ വരെ ഒരു കൊല്ലത്തിൽ അവർക്ക് ലാഭിക്കാനും പറ്റും. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ആവാസ് യോജന എന്ന് പറഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുന്ന, ഏതാണ്ട് 3 കോടി അടുക്കുന്നു അവർ വീട് വെച്ച് കൊടുക്കുന്നതിൽ. ഇനി ഒരു 5 കൊല്ലം കൊണ്ട് 2 കോടി വീടും കൂടി ആൾക്കാർക്ക് കൊടുക്കുന്നു. ഈ അടുത്ത സ്കീമാണ് റൂഫ് ടോപ്പ് സോളറൈസേഷൻ. അതായത് 1 കോടി വീട്ടുകാർക്ക് 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് എല്ലാ മാസവും കൊടുക്കുന്ന പദ്ധതിയാണ് റൂഫ് ടോപ്പ് സോളറൈസേഷൻ. 15,000 മുതൽ 18,000 രൂപ വരെ ഒരു കൊല്ലത്തിൽ അവർക്ക് അത്രയും ലാഭം, ആനുവൽ സേവിങ്സ് അവർക്ക് കിട്ടുന്നു. അടുത്ത സ്കീമാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ടെക് സാവി യൂത്ത്. അതായത് ഈ പേര് കേട്ടാൽ തന്നെ അറിയാം, ടെക് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, യൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക്. അപ്പോൾ ഈ തൊഴിൽ അന്വേഷിക്കുന്ന ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം പൂർത്തിയായവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്, ടെക് സാവി യൂത്ത്. ഇതുകൊണ്ട് വേറൊന്നുമല്ല, 1 ലക്ഷം കോടി രൂപയുടെ 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഫണ്ട് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതോടൊപ്പം ഈ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളവർക്ക് സംരംഭം തുടങ്ങാനും അതിനും വേണ്ടിയിട്ട് ഈ 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഫണ്ട് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യും വിത്ത് 50 years ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. അതായത് വേറൊന്നുമില്ല, ടെക് സാവി യൂത്തുകൾക്ക്, ഈ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് പഠനം പൂർത്തിയായവർക്ക് ഒരു 50 കൊല്ലത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1 ലക്ഷം കോടി രൂപ അവർ അതിന് വേണ്ടിയിട്ട് വകമാറ്റുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് യോജന. കുറച്ച് വലിയ പേരാണ്. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് യോജന. അതായത് ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് 2.4 ലക്ഷം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHG എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം തൊഴിൽ. അപ്പോൾ 2.4 ലക്ഷം സ്വയം തൊഴിലുകാർക്കും അതുപോലെ 60,000 ഇൻഡിവിജ്വൽസിനും ഇതുകൊണ്ട്, ഈ പദ്ധതി കൊണ്ട് സഹായം ലഭിച്ചിരിക്കുന്നു. അടുത്താണ് പ്രധാനമന്ത്രി കിസാൻ സമ്പാദ യോജന. ഇത് ഒന്ന് നോക്കി നോക്കുക. പ്രധാനമന്ത്രി കിസാൻ സമ്പാദ യോജന. കിസാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ കർഷകരുമായിട്ടാണെന്ന് നമുക്ക് ഈ പേര് കണ്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഏതാണ്ട് 38 ലക്ഷം കർഷകർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 38 ലക്ഷം മാത്രമല്ല 10 ലക്ഷം തൊഴിലും ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ പ്രൈം മിനിസ്റ്റർ കിസാൻ സമ്പാദന യോജന 38 കിസാൻ, അപ്പോൾ കർഷകരാണെന്ന് ഓർത്താൽ മതി. 38 ലക്ഷം കർഷകർക്ക് ഇതിൻ്റെ ഗുണം കിട്ടി. ഓക്കെ, അവരുടെ ഗുണം 38 ലക്ഷം കർഷകർക്ക് കിട്ടി. അതുപോലെ 10 ലക്ഷം ജോബ് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. അടുത്തതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് 2023-24. അതായത് ഓരോ കൊല്ലം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും, അത് കൂടാതെ നമ്മൾ റിവൈസ് എസ്റ്റിമേറ്റ് ചെയ്യും. അതായത് ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി പുതുക്കുക. ആ
2023-24 കാലഘട്ടത്തിലേക്കുള്ള റിവൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഒന്ന് ടാക്സ് റെസീപ്റ്റ്, അത് 23.24 ലക്ഷമാണ്. ഇപ്പോൾ കോടിയാണ് ഇതൊക്കെ, ക്രോർ ലക്ഷം കോടിയിലേക്കാണ് ഇത് കണക്കാക്കുന്നത്. അതായത് റിവൈസ് ചെയ്തിരിക്കുകയാണ്. ടാക്സ് റെസീപ്റ്റ് 23.24 ടോട്ടൽ റെസീപ്റ്റ് 27.56 ലക്ഷം കോടിയിലേക്കും റവന്യൂ റെസീപ്റ്റ് 30.04 ലക്ഷം കോടിയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് വെച്ചാൽ 44.90 ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്ന് വിചാരിച്ചാൽ 5.8. നമ്മളവിടെ റിവൈസ് എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു 5.1 ലക്ഷം കോടി, അല്ല സോറി 5.1% ഓഫ് GDP ഫിസിക്കൽ ഡെഫിസിറ്റ്. അതേപോലെ തന്നെ അത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് ഏതാ 5.1% ഓഫ് GDP എന്താ 2023-24 കാലഘട്ടത്തിലേക്കുള്ള, ഇത് 2023-24 കാലഘട്ടത്തിലേക്കുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് 5.8%. 24-25 കാലഘട്ടത്തിലേക്കുള്ള എത്ര 5.1% എന്ന് ഓർക്കുക. ഇത് റിവൈസ് എസ്റ്റിമേറ്റ് ആണ്, നമ്മൾ റിവൈസ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമ്മൾ പുതുക്കിയിട്ട് നമ്മൾ വീണ്ടും അതായത് മാറ്റം വരുത്തിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. ടാക്സ് റെസീപ്റ്റ് എത്ര 23-24, ടോട്ടൽ റെസീപ്റ്റ് ആണ് 27.56, റവന്യൂ റെസീപ്റ്റ് ആണെങ്കിൽ 30.02, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ 44.90, ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8. അടുത്താണ് ചില സെക്ടറിലേക്ക് നമ്മുടെ നിർമ്മല സീതാരാമൻ കുറച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പദ്ധതികൾ മാത്രമല്ല, അല്ലാണ്ട് ചില എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നും കൂടി അവർ പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. ഏവിയേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ വിമാനം അല്ലേ, കരമാർഗമല്ല, വ്യോമ മേഖല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് അവരുടെ ബഡ്ജറ്റ് പ്രകാരം നമ്പർ ഓഫ് എയർപോർട്ട് എത്ര 149 ആയിട്ട് ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 517 പുതിയ റൂട്ട് ഫോം ചെയ്തിട്ടുണ്ട്. 1.3 കോടി പാസഞ്ചേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല 1000 കരിയേഴ്സ്, ദ ഇന്ത്യൻ കരിയർ ആക്റ്റീവ്ലി പ്ലേസ് ഓർഡേഴ്സ് ഫോർ പ്രൊക്യൂറിങ് 1000 എയർക്രാഫ്റ്റ്. സോ ഏവിയേഷൻ സെക്ടറിൽ എന്താ മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് 149 എയർപോർട്ട് ഡബിൾ ചെയ്തു അല്ലേ, എയർപോർട്ട് ഡബിൾ ചെയ്ത് 149 എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 517 പുതിയ റൂട്ട് ഫോം ചെയ്തിട്ടുണ്ട്. 1.3 കോടി പാസഞ്ചേഴ്സ് വന്നിട്ടുണ്ട്. മാത്രമല്ല പുതിയ 1000 എയർക്രാഫ്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏവിയേഷൻ സെക്ടർ. മാത്രമല്ല വേറൊരു പ്രധാന കാര്യമാണ്, ഗവൺമെൻറ് വിൽ ഫോം എ ഹൈ പവർ കമ്മിറ്റി ഫോർ ആൻ extensive consideration of the challenges arising from the past population growth and demographic changes. അതായത് വേറൊന്നുമില്ല, നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഒന്ന്, കാരണം ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് പല തരത്തിലും വരും. അത് ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ മേഖലയ്ക്ക് ബാധകം വരും. കാരണം പ്രൊഡക്ഷൻ അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും. അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് നമ്മുടെ കുറവാകുന്നത് നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ചലഞ്ചസ്, ഫുഡ് ഷോർട്ടേജ് വരും. അപ്പോൾ അത് പരിഗണിക്കണം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ചലഞ്ചസും ഉണ്ട്, അതായത് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്താനും അതുപോലെ തന്നെ അതിൻ്റെ പോരായ്മകളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു ഹൈ പവർ കമ്മിറ്റി, HPC ഹൈ പവർ കമ്മിറ്റിയെ ഈ സെൻട്രൽ ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേറൊന്നുമില്ല, ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചു എന്ന് മാത്രം നമ്മൾ ഇതിൽ നോക്കിയാൽ മതി. അടുത്താണ് നമ്മൾ ഏവിയേഷൻ സെക്ടറിൽ നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് റെയിൽവേക്ക് വേണ്ടിയിട്ട് ഈ പദ്ധതിയിൽ ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. 3 മേജർ എക്കണോമിക് കോറിഡോർസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ എക്കണോമിക് കോറിഡോർസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇടനാഴി എന്ന് പറയില്ല, അതേപോലെ തന്നെയാണ് കണക്ട് ചെയ്തുകൊണ്ട്, ഒന്നൊന്നിനെ കണക്ട് ചെയ്തുകൊണ്ട്. അതിൽ ഒന്നാണ് എനർജി മിനറൽ സിമെൻറ്റ് കോറിഡോർ. അതായത് എനർജി നമുക്കറിയാം, ഈ വൈദ്യുതി മേഖലയ്ക്ക് പ്രധാനപ്പെട്ടതാണ് എനർജി. അപ്പോൾ എനർജി, അതുപോലെ ധാതുക്കൾ, പിന്നെ സിമെൻറ്റ്. അപ്പോൾ ഇത് മൂന്നിനും കണക്ട് ചെയ്യുന്നുണ്ട് ഒരു കോറിഡോർ. അതുപോലെ പോർട്ട് കണക്ടിവിറ്റി, പോർട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട്, പിന്നെ ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ.
അപ്പോൾ ഇങ്ങനെ 3 കോറിഡോർ, ഒന്ന് എനർജി, മിനറൽ, സിമെൻറ്റ്, പിന്നെ പോർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ, അങ്ങനെ 3 കോറിഡോറിനെ പറ്റിയിട്ടാണ് റെയിൽവേയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 40,000 ബോഗീസ്, നോർമൽ ബോഗീസ് ടു വന്ദേ ഭാരത് കൂടി ഇതിൽ പറയുന്നുണ്ട്. സോ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് 3 കോറിഡോർ, ഒന്ന് എനർജി, പവർ, സിമെൻറ്റും പോർട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്തും, പിന്നെ ഹൈ ഡെൻസിറ്റി കോറിഡോർ. 40,000 സാധാ ബോഗികളെ നമ്മൾ എന്ത് ചെയ്യും, വന്ദേ ഭാരതിലേക്കും മാറ്റും. ഇതാണ് റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങൾ. അടുത്താണ് ടാക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതായത് നമുക്കറിയാം ടാക്സ് സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാലോ. അതിനുശേഷം പിന്നെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി 7 ലക്ഷം അങ്ങനെ സ്ലാബ് ഉണ്ട്. ഇതിലൊന്നും ഒരു തരത്തിലുള്ള മാറ്റം, നോ ചേഞ്ചസ്, ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. സെക്കൻഡ്, ടാക്സ് ബെനിഫിറ്റ് ടു സ്റ്റാർട്ടപ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻ ബൈ സോവറിൻ വെൽത്ത് ആൻഡ് പെൻഷൻ ഫണ്ട്. അതായത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ടല്ലോ ആൾക്കാർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെ ഫണ്ട് ഉപയോഗിച്ച്, ഒന്ന് സോവറിൻ വെൽത്തും പെൻഷൻ ഫണ്ടും, അതിൽ കുറച്ച് ഇളവ് വരുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ടാക്സ് ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. 3, ടാക്സ് എക്സംഷൻ ഓൺ സർട്ടൻ ഇൻകം ഓഫ് IFC യൂണിറ്റ്സ് ഹാവ് എക്സ്റ്റെൻഡഡ് അപ് ടു എത്ര കൊല്ലത്തേക്ക്, 1 ഇയർ. ഏത് കൊല്ലം വരെ, 31/2025 വരെ. അപ്പോൾ ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ചില IFSC യൂണിറ്റ്സിന് ഒരു കൊല്ലത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ടാക്സ് എക്സംഷൻ. നിങ്ങൾ ആ ഒരു കൊല്ലം വരെ ചെറിയൊരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് കൊല്ലം എന്ന് വെച്ചാൽ 31, അതായത് മാർച്ച് 31, 2025, അടുത്ത കൊല്ലം വരെ, അവസാനം വരെ. അതായത് അവസാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് മാർച്ച് 31 ആണല്ലോ. അപ്പോൾ 31 മാർച്ച് 2025 വരെ ഒരു എക്സംഷൻ. അത് ഏത് കൊല്ലം, എത്ര കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ ഒരു കൊല്ലമാണെന്നും കൂടി ഓർക്കണം. അടുത്താണ് വിഡ്രോവൽ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡയറക്റ്റ് ടാക്സ് ഡിമാൻഡ്സ്. അതായത് വേറൊന്നുമല്ല, ചില പെൻഡിങ് ആയിട്ട് ടാക്സ് കൊടുക്കാൻ ബാക്കിയുള്ള ചില ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ആൾക്കാരുണ്ടല്ലോ, അത് വിഡ്രോ ചെയ്തു, അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എത്രയാണെന്നുള്ളത്. അതായത് ഫൈനാൻഷ്യൽ ഇയർ 2009-2010 വരെ അടയ്ക്കാൻ ബാക്കിയുള്ള, അതായത് ഫോർ എമൗണ്ട് അപ് ടു 25,000. അപ്പോൾ ഒരു 25,000 വരെ അടയ്ക്കാൻ ബാക്കിയുള്ള എമൗണ്ട് ഫിനാൻഷ്യൽ ഇയർ 2009-2010 വരെ ഉള്ളവർക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2010 മുതൽ 2015 വരെ കാലഘട്ടം, നമ്മൾ ഫിനാൻഷ്യൽ ഇയറിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2010, 11 ടു 14, 15, അതായത് 2010 മുതൽ 2015 വരെ അടയ്ക്കാൻ ബാക്കിയുള്ളവർ എത്ര വരെ, ഫോർ ആൻ എമൗണ്ട് അപ് ടു 10,000 രൂപ വരെ ഉള്ളവർക്കും ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാക്സ് സെക്ഷനിൽ വേറെ ഉണ്ട്. അതിൽ 4 കാര്യം എന്താ? ഒന്ന്, ടാക്സിൽ ഒരു ചേഞ്ചും ഇല്ല. പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ചെറിയ ബെനിഫിറ്റ് കൊടുത്തു. പിന്നെ IFSC യൂണിറ്റുകൾക്ക് 31/2025 വരെ ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിഡ്രോവൽ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡയറക്റ്റ് ടാക്സ്, ഇതൊക്കെ ഒരു പോയിൻ്റായിട്ട് PSCക്കൊക്കെ ആണെങ്കിൽ 3 പോയിൻ്റായിട്ട് ചോദിച്ചത്, അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ അത് വെച്ച് നോക്കണം. അപ്പോൾ 25,000 യൂണിറ്റ് രൂപ വരെയുള്ള 2009-10 വരെയുള്ളവർക്ക് എക്സംഷൻ, 10 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലാണ് 10,000 രൂപ വരെയുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ്ങിന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അടുത്താണ് ടാക്സ് ഫൈലേഴ്സ് സ്വെൽഡ് ടു 2.4 ടൈംസ്. അതായത് ടാക്സ് അടയ്ക്കുന്നവരുടെ എണ്ണം 2.4 മടങ്ങ് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുമ്പ് 1 ആണെങ്കിൽ ഇപ്പോൾ 2.4 ആൾക്കാർ അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സിൽ കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. അതെന്താ നോക്കാം. എക്സിസ്റ്റിംഗ് ഡൊമസ്റ്റിക് കമ്പനി, നമ്മുടെ ഇന്ത്യയിലുള്ള തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികളുടെയാണ് 30% നിന്ന് 22%. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേ പറ്റൂ. ഡൊമസ്റ്റിക്, അതായത് ഡൊമസ്റ്റിക് കമ്പനികളുടെ എത്ര കുറച്ചിട്ടുണ്ട്, 20, 30 22% കുറച്ചിട്ടുണ്ട്. ഇനി പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിലോ 15%ലേക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്താണ് ആവറേജ് പ്രോസസ്സിംഗ് ടൈം ഓഫ് റിട്ടേൺ ഹാസ് ബീൻ റെഡ്യൂസ് ഫ്രം 93 ഡേയ്സ് ടു 10 ഡേയ്സ്. അപ്പോൾ റിട്ടേൺ അടയ്ക്കാനും ഈ പ്രോസസ്സ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, അത് എത്ര അടച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചില സമയം ടൈം ഗ്യാപ്പ് ഇല്ല, അതൊക്കെ കുറച്ചു. എത്ര, 93-ൽ നിന്നും 10 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട് ഈ 2013-14 കാലഘട്ടത്തിലേക്ക്. അടുത്താണ് പ്രിസംപ്റ്റീവ് ടാക്സ് ത്രെഷോൾഡ്. അതായത് ചില ആയിട്ടുള്ള നമ്മൾ ടാക്സ് ത്രെഷോൾഡ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതായത് ചില പ്രൊഫഷണലുകൾക്ക്, ബിസിനസ്സുകാർക്കൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്.
അതായത് റീറ്റെയിൽ ടാക്സിൻ്റെ കാര്യത്തിലൊക്കെയാണ്, ബിസിനസ്സുകാരുടെ കാര്യത്തിലാണ് അത് 2 ലക്ഷത്തിൽ 3 കോടിയായിട്ട് മാറ്റിയിട്ടുണ്ട്. ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിമിറ്റ് എന്ന് പറയില്ല, ആ ലിമിറ്റ് അത് കൂട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. റീറ്റെയിൽ ബിസിനസ് ആണെങ്കിൽ 2-3 കോടിയിലേക്കും, പ്രൊഫഷണൽസിൻ്റെ ആണെങ്കിൽ 50-75 ലക്ഷത്തിലേക്കും കൂട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഫോം കൊണ്ടുവന്നിട്ടുണ്ട് ഇൻകം ടാക്സ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, 26AS എന്ന് പറഞ്ഞിട്ട്. അടുത്താണ് 94% ഓഫ് ദ ലീഡേഴ്സ് വ്യൂ ദ ട്രാൻസിഷൻ ടു GST ആസ് പോസിറ്റീവ്. അതായത് നമ്മൾ 2017 ജൂലൈ 1-ാം തീയതിയാണ് നമ്മൾ GST നിലവിൽ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഏതാണ്ട് 94% ഇൻഡസ്ട്രി ആയിട്ടുള്ള അതിൽ ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് നല്ല കാര്യമാണെന്നാണ്, ഏത് GSTയിലേക്ക് പോയത്. അപ്പം നമുക്ക് ഈ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഒന്നും കൂടി നോക്കാം. ഒന്ന്, ടാക്സേഷനിൽ നോ ചേഞ്ച്, അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്, ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് 31 മാർച്ച് 2025 വരെ. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 2010 വരെയാണെങ്കിൽ 20,000 രൂപ, 10-15 വരെയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ടാക്സ് അടയ്ക്കുന്നവരുടെ എണ്ണം 2.4 ടൈംസ് ആയി. കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടുണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് കമ്പനീൻ്റെ ആണെങ്കിൽ 30-22, എക്സിസ്റ്റിംഗ് കമ്പനിയാണെങ്കിൽ 15%. പിന്നെ പ്രോസസ്സിംഗ് ടൈം കുറച്ചിട്ടുണ്ട്, എത്ര 10ലേക്ക്. പ്രിസംപ്റ്റീവ് ടാക്സ് കൂട്ടിയിട്ടുണ്ട്. റീറ്റെയിൽ ബിസിനസ്സിനെ ആണെങ്കിൽ 2-3 കോടിയിലേക്ക്, പ്രൊഫഷണൽസിൻ്റെ ആണെങ്കിൽ 50 ലക്ഷത്തിന് 75 ലക്ഷം. പിന്നെ പുതിയ ഫോം 26AS. പിന്നെ 94% ആൾക്കാരും പറഞ്ഞത് GSTയിലേക്ക് മാറിയത് നല്ലതാണ്. അടുത്താണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫേംലി ബിലീവ്സ് ഓൺ ഫോർകാസ്റ്റ്. അതായത് നമ്മുടെ നിർമ്മല സീതാരാമൻ പറഞ്ഞത് വർക്കൗട്ട് ചെയ്ത വാക്കാണ്, ഫേം ബിലീവ്സ് ഓൺ ഫോർകാസ്റ്റ്. അത് 4 കാര്യത്തിലാണ് വിശ്വാസം. ഒന്ന്, പൂർ, അതായത് ഗരീബ്, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ. പിന്നെ മഹിള, അതായത് വനിതകളുടെ കാര്യത്തിൽ. പിന്നെ യൂത്ത്, യുവ, അതുപോലെ അന്നദാത, ഫാമേഴ്സ്. 4 കാര്യത്തിലാണ്. ഒന്ന് പൂർ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ വനിതകളുടെ കാര്യത്തിൽ, പിന്നെ യൂത്തന്മാരുടെ കാര്യത്തിൽ, പിന്നെ ഫാമേഴ്സിൻ്റെ കാര്യത്തിൽ. മാത്രമല്ല ഈ ബഡ്ജറ്റിലെ ഒരു പ്രധാന മന്ത്രം എന്താണെന്ന് വെച്ചാൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് ആൻഡ് സബ്കാ പ്രയാസ്. ഈ ടൈറ്റിൽ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, അത് ഓർത്തിരിക്കുക. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ യൂണിയൻ ഗവൺമെൻറ് അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഓൾ റൗണ്ട്, ഓൾ പെർവേസീവ് ആൻഡ് ഓൾ ഇൻക്ലൂസീവ്, എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, വികസനമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഓൾ റൗണ്ട്, എല്ലാവരും ചുറ്റോട് വരുത്തി, എല്ലാവരും പെർവസീവ് ആയിട്ട്, എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടാണ് വികസനം നടത്തേണ്ടതെന്നാണ് യൂണിയൻ ഗവൺമെൻറ് അപ്രോച്ച്. അടുത്താണ് ഫീമെയിലായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യമാണ്, അത് സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന അതിൽ എൻറോൾ ചെയ്യുന്ന ഫീമെയിലുകളുടെ എണ്ണം 28% കൂടിയിട്ടുണ്ട്. ഫീമെയിൽ എൻറോൾമെൻറ്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഹാസ് ഗോൺ അപ്പ് അറ്റ് 28%. അതും ഓർത്ത് വെക്കുക, എത്ര 28%ആണെന്ന് ഓർക്കുക. അടുത്താണ് സ്റ്റെം കോഴ്സസ്, ഗേൾസ് ആൻഡ് വുമൺ കോൺസ്റ്റിറ്റ്യൂട്ട് 43%. അത് സ്റ്റെം എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു സ്കീമാണ്. അപ്പോൾ ഇതിലേക്ക് എൻറോൾ ചെയ്യുന്നവരുടെ വനിതകളുടെ എണ്ണം 43%. ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് എൻറോൾമെൻ്റ് ആണ് ഒന്നും കൂടി. അതായത് ഇതിൽ ചേർന്നവരുടെ എണ്ണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ കവർ അണ്ടർ ആയുഷ്മാൻ ഭാരത് സ്കീം ടു ബി എക്സ്റ്റെൻഡ് ടു ഓൾ അംഗൻവാടീസ്, ഓൾ ആശാ വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ്. അതും കൂടി നോക്കുക. ആയുഷ്മാൻ ഭാരത് സ്കീമില്ലേ, സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ആ സ്കീമിൽ ആശാ വർക്കർമാരെയും അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പേഴ്സിനെയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സ്കീമാണ് കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് ലിക്വിഫാക്ഷൻ കപ്പാസിറ്റി. അതായത് ഇന്ത്യയിലെ കോൾ ഗ്യാസിഫിക്കേഷനും ആ ലിക്വിഫാക്ഷൻ്റെ കപ്പാസിറ്റി എത്ര 100 MT ആക്കുക എപ്പോൾ 2030 ആകുമ്പോഴത്തേക്ക്. അതൊന്നും ഓർത്തിരിക്കുക, 100 MT 2030 ആകുമ്പോഴത്തേക്ക്. അടുത്താണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. കുറച്ച് പദ്ധതികളാണിത്. ജൻധൻ നമുക്കറിയാം, അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 3.4 ലക്ഷം കോടി ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് 2.7 ലക്ഷം കോടി ലാഭം വന്നിട്ടുണ്ട്. ഇതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. അടുത്താണ് പ്രധാനമന്ത്രി സ്വാനിധി. ഇത് നമുക്കറിയാം കൊറോണ സമയത്ത് കൊണ്ടുവന്നതാണ്. അത് സ്ട്രീറ്റ് വെൻഡേഴ്സ്, കച്ചവടക്കാർ, തെരുവ് കച്ചവടക്കാർക്ക് സഹായിക്കാൻ വേണ്ടി 72 ലക്ഷം സ്ട്രീറ്റ് വെൻഡേഴ്സാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2.3 ലക്ഷം ആൾക്കാർക്ക് ഏതാണ്ട് മൂന്നാമത്തെ അവരുടെ ഇൻസ്റ്റാൾമെൻറ്റ് അവർക്ക് കിട്ടി, ക്രെഡിറ്റ്.
അടുത്താണ് ജൻമൻ യോജന, പ്രധാനമന്ത്രി ജൻമൻ യോജന. ഇതിന് വേറൊന്നും ഉണ്ടല്ല, PVT എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്, അതായത് ആദിവാസി സമൂഹം, അവർക്ക് ഉന്നമനത്തിനും അതിൻ്റെ വികസനത്തിനും വേണ്ടിയിട്ടാണ് ജൻമൻ യോജന. അടുത്താണ് PM വിശ്വകർമ്മ യോജന എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അത് വേറൊന്നുമല്ല, ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്, നമുക്കറിയാം കരകൗശല വിദഗ്ധർ, അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശ്വകർമ്മ യോജന കൊണ്ടുവന്നിരിക്കുന്നത്. അത് 18 ട്രേഡ്സ്, അതായത് പല കാറ്റഗറി ആയിട്ട് ഉണ്ടല്ലോ ഈ ക്രാഫ്റ്റിൽ തന്നെ, അതിൽ 18 കാറ്റഗറിക്കാർക്കാണ് ഇത് കൊടുക്കുന്നത്. അടുത്താണ് PM കിസാൻ യോജന, എല്ലാവർക്കും അറിയാം സമ്മാൻ നിധി, അതായത് കർഷകർക്ക് കൊടുക്കുന്നതാണ്. ഏതാണ്ട് അതിൻ്റെ അസിസ്റ്റൻ്റ് കിട്ടിയിരിക്കുന്ന 11.8 കോടി കർഷകർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കിസാൻ സമ്മാൻ നിധി പ്രകാരം. അടുത്ത തന്നെ PM ശ്രീ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ എമൗണ്ട് കൂടിയിട്ടുണ്ട്, അതായത് 4000 നിന്ന് 6050 കോടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്താണ് ഫസൽ ബീമ യോജന, അതും കർഷകർക്കുള്ളതാണ്. ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ്. അത് 4 കോടി കർഷകർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. PM ഫസൽ ബീമ യോജന ക്രോപ്പ് ഇൻഷുറൻസ് ആണ്, 4 കോടി ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തതിന് ഈനാം, ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് അല്ലേ, ഇലക്ട്രോണിക് അഗ്രികൾച്ചറൽ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്, ഈനാം എന്ന് പറയും. അതിൽ 1300 മണ്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ 1.8 കോടി കർഷകർക്ക് ഇതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് 1361 മണ്ടീസ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് പോലെ തന്നെയാണ്, അതിൻ്റെ വേറെ പേരാണ്, ഹിന്ദിയിൽ പറയുന്നതാണ് മണ്ടീസ്. 1361. അടുത്താണ് 50 ഇയർ ഇൻട്രസ്റ്റ് ഫ്രീ ലോണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, അതായത് ഇത് സ്റ്റേറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 50 കോടിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഔട്ട്ലേ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് 1.3 ലക്ഷം കോടിയാണ്, ലാക്ക് ക്രോർ. പിന്നെ ഇതിൻ്റെ പ്രൊവിഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 70,000 കോടി അതിൻ്റെ റിഫോംസ്, അതായത് ഓരോ സ്റ്റേറ്റും വികസിത് ഭാരത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 70,000 കോടിൻ്റെ ഒരു പ്രൊവിഷൻ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഇത് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.3 ലക്ഷം കോടീൻ്റെ ഒരു ഔട്ട്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. 70,000 കോടീൻ്റെ പ്രൊവിഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സോഴ്സ് ഏതെന്നൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻകം സോഴ്സ് ആണെങ്കിൽ അതായത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടിയിരിക്കുന്നത് ബോറോയിങ് വഴി കൂടെ. അതുപോലെ ഇൻകം ടാക്സ് വഴി കിട്ടിയിരിക്കുന്നത് 19%. GST വഴിയാണെങ്കിലോ 18%. ഇത് നമ്മൾ ഇതല്ല ഈ കാണുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ബോറോയിങ് വഴിയാണെങ്കിൽ 28, IT ആണ് 19, അതുപോലെ തന്നെ GST വഴി ആകെ 18 ഉള്ളൂ എന്ന് നോക്കണം. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് വഴി 17, നോൺ ടാക്സ് വഴി 7, കസ്റ്റംസ് 5, എക്സൈസ് 5, കസ്റ്റംസ് 4, നോൺ ഡെപ്റ്റ് വഴി 1% നോക്കുക. ഇനി എക്സ്പെൻഡിച്ചർ, അതായത് പുറത്ത് ചിലവ് ഏതൊക്കെ രീതിക്ക് പോകുന്നു നോക്കുക. ഒന്ന്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, അതായത് പലിശ. അതുപോലെ തന്നെ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നതിലും പലിശയിലുമാണ് ഏറ്റവും കൂടുതൽ 20 വെച്ചത് പോകുന്നുണ്ട്. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീം, അവരുടെ സ്കീമിൽ 16%, 9 അതർ എക്സ്പെൻഡിച്ചർ. പിന്നെ ഡിഫൻസ്, അത് പ്രധാനമാണ്. ഡിഫൻസ് 8% നോക്കുക. സെൻട്രൽ സ്പോൺസേർഡ് ഫിനാൻസ് കമ്മീഷൻ 8%. അപ്പോൾ ഡിഫൻസ് 8%, സബ്സിഡി 6%, പെൻഷൻ 4. ഇത് പ്രധാനമാണ്. ഈ പെൻഷനും ഇതും പലപ്പോഴും കാണാറുണ്ട്. എന്നാലും ഇതൊക്കെ ഒന്ന് നോക്കി നോക്കുക. ബോറോയിങ്ങിനാണ് ഏറ്റവും കൂടുതൽ. ഇൻകം ടാക്സ് 19%, കോർപ്പറേറ്റ് 17%, GST 18%. അതുപോലെ തന്നെ ഡിഫൻസിന് 8, പെൻഷൻ 4%, സബ്സിഡി 6%. പിന്നെ സ്റ്റേറ്റിനും പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനുമായിട്ട് 20%. അടുത്താണ് ചില സ്കീമുകൾക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് 2023-24 കാലഘട്ടത്തിലേക്കുള്ളതാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീം, അതിലേക്ക് 60,000 രൂപയായിരുന്നു. അടുത്ത 24-25 കാലഘട്ടത്തിലേക്ക് 86,000 കോടിയിലേക്ക് മാറ്റി. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3,000 നിന്ന് 6,900 കൂട്ടി. അതുപോലെ തന്നെ സോളാർ പവർ ഗ്രിഡിന് വേണ്ടിയിട്ട് 4,970 നിന്ന് 8,500 ആയുഷ്മാൻ ഭാരതിൻ്റെ പ്രധാനമന്ത്രി
ജൻ ആരോഗ്യ യോജന എന്ന് തോന്നുന്നു. അത് 7200 7500 മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നോക്കി നോക്കുക. ഇത് പ്രധാനം. MNRGS, പിന്നെ നാഷണൽ ഗ്രീൻ ഹെൽത്ത് മിഷൻ, ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആട്ടോ. ഇത് ഗ്രീൻ ഹൈഡ്രജൻ മിഷനാണ്. അത് 292 600 കോടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 292 600. ഇനി അടുത്ത മാൽദീവ്സ് നമുക്ക് ഈ അടുത്ത് ഈ ന്യൂസിലേക്ക് വാർത്തയായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവർക്ക് 400 600 കോടിയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. സാഗർമാല പദ്ധതി തീരമായിട്ട് ബന്ധപ്പെട്ടാണ് 400 700. പിന്നെ ഗരീബ് കല്യാൺ അന്ന യോജനയാണ്, അതായത് ഫ്രീ ഫുഡ് സപ്ലൈ അല്ലേ, അരി കാര്യങ്ങൾ കൊടുക്കുന്നത്. അതിന് അടുത്ത കൊല്ലത്തേക്ക് 2,05,950 രൂപയാണെന്നും കൂടി നോക്കി നോക്കാം. അടുത്താണ് ബഡ്ജറ്റ് അലോക്കേഷൻ ടു മിനിസ്ട്രി വൈസ്, അതായത് ഓരോ മിനിസ്ട്രി ഇല്ലേ, ഡിഫൻസ് മിനിസ്ട്രി, അങ്ങനെ ഓരോ മിനിസ്ട്രി ഏറ്റവും കൂടുതൽ അപ്പോൾ ഇത് ഓരോ മിനിസ്ട്രിക്ക് എത്ര കൊടുത്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ 6.21. അടുത്ത റോഡിന് എത്ര 2.78. റെയിലിനാണെങ്കിൽ 2.55. ഫുഡിന് 2.13. ഹോം മിനിസ്ട്രിക്ക് 2.03. റൂറൽ ആണെങ്കിൽ 1.77. കെമിക്കലിനാണെങ്കിൽ 1.68. ഈ ഡിഫൻസ് നോക്കുക 6.21. അതുപോലെ റോഡ് 2.78, റെയിൽ 2.15, പിന്നെ ഹോം 2.18. ബാക്കി നോക്കി വെക്കുക. അടുത്താണ് ആക്ച്വൽ ഡെഫിസിറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ വന്ന ഡെഫിസിറ്റ് കണക്ക് 2022-23 കാലഘട്ടത്തിലെ ഫിസിക്കലിൻ്റെ ആണെങ്കിൽ 3%, റവന്യൂ 3.9, പ്രൈമറി 3 ആണെന്ന് നോക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രിം ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ. ഇത് എക്സാമുകൾക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, എന്നാലാണ് ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. മാത്രമല്ല ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്, അവർക്കും കൂടി ഉപകാരമാവട്ടെ. പിന്നെ മാത്രമല്ല നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു.